വളരെ കാലങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം കൊണ്ടുവരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി കടുത്ത സമരത്തിൽ തന്നെയാണ് അവരുള്ളത്. മെയ് മാസം മുതൽ ഉണ്ടായിരിക്കുന്ന പരിഷ്കാരത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ നേതാക്കൾ. അതിലൊരു മഞ്ഞുരുക്കൽ ഉടൻ തന്നെ ഉണ്ടാകുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിന് മുകളിൽ നിന്നും വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് വിദേശ പര്യടനത്തിലായിരുന്ന മന്ത്രി വളരെ വേഗത്തിൽ തിരിച്ചെത്തി ഡ്രൈവിംഗ് സ്കൂളിലെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ വിഷയം ഒത്തുതീർപ്പാക്കാനായി ശ്രമിക്കുന്നു. ഏറെ ദിവസങ്ങളായി നീണ്ടുനിന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിനൊടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി. ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു മന്ത്രി. പക്ഷേ മറ്റ് നിവൃത്തിയൊന്നും തന്നെ ഇല്ലാതായതോടെ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ, എന്തിനേറെ പറയുന്നു, പാർട്ടി നേതാക്കൾ പോലും കുറ്റപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ മന്ത്രിക്ക് മറ്റ് പോംവഴികളൊന്നും തന്നെ ഇല്ലാതെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ അറിയിച്ചു. അതോടെ സമരം അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. മഞ്ഞുരുകൽ വേള നാളെ വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്തായിരിക്കും നടത്തുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെയാണ് നേരിട്ട് ചർച്ചയ്ക്കായി വിളിച്ചതും. 13 ദിവസത്തെ ശക്തമായ സമരത്തിനൊടുവിലാണ് സർക്കാർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ എല്ലാ സംഘടനകളെയും നാളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. അവർ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളുമായിട്ടായിരിക്കും മന്ത്രി നേരിട്ട് സംവദിക്കുന്നത്. വിദേശത്തായിരുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. നാളെ മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും. സമവായം ഉണ്ടായില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് സംയുക്ത സമരസമിതി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നടപ്പിലാക്കാനായി മന്ത്രി തയ്യാറാകില്ല എന്നുള്ള സൂചനയുമുണ്ട്. മിക്ക ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുടങ്ങുകയാണ്. സമരക്കാർ വാഹനം വിട്ടു നൽകാത്തതിനെ തുടർന്ന് ടെസ്റ്റ് നടത്താനെത്തിയവർക്ക് തിരികെ പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി ആളുകൾക്കാണ്, പൊതുജനങ്ങൾക്കാണ് ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. സമരം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും, വഷളാകുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടാനായി തയ്യാറായത്. എന്നാൽ ഇതിനു മുൻപ് മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് CPM നേതാവ് AK ബാലന് രംഗത്ത് വന്നിരുന്നു. CPM അനുകൂല യൂണിയനായിട്ടുള്ള CITU സമരക്കാർക്ക് പിന്തുണ നൽകി മുന്നിട്ട് നിന്നിരുന്നു. നേരത്തെ സർക്കാർ CITUവുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. പിന്നാലെ CITU ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ INTUC അടക്കമുള്ള മറ്റ് സംഘടനകൾ ഇപ്പോഴും ഈ പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നോട്ട് പോകാൻ അവർ ഒട്ടും തന്നെ തയ്യാറല്ല. പ്രതിഷേധം കാരണം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ടെസ്റ്റുകളും ഇങ്ങനെ പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്, നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ചുരുക്കം ചില ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലാണ് മാന്യമായ രീതിയിലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലായാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി തുടർന്നാൽ ഒരു കാരണവശാലും വിഷയം പരിഹരിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ അടിയന്തരമായി ചർച്ച ഏകോപിപ്പിക്കണമെന്നുമാണ് മന്ത്രിക്ക് മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ കാൽപാദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയർ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ മാത്രം ഉപയോഗിക്കുക. 15 വർഷത്തിന് മേൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത്. ടെസ്റ്റ് രീതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവരണം. ടെസ്റ്റുകളുടെ എണ്ണം 30ആയി നിജപ്പെടുത്തുക. ഇങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇനി മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കിയവർ മാത്രം ഇൻസ്ട്രക്ടർ ആവുക തുടങ്ങിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവച്ചതും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വലിയ തലവേദനയായി. ഈ പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചില നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പൂർണ്ണമായും ഈ പരിഷ്കാരങ്ങളൊക്കെ തന്നെ പിൻവലിക്കണമെന്ന ആവശ്യവുമായി തന്നെയാണ് പ്രതിഷേധക്കാർ മുന്നിട്ട് നിൽക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇങ്ങനെ നടത്തിയ പരിഷ്കരണങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സമരം നീണ്ടു നിൽക്കാൻ കാരണമായത്. സമരം ഒത്തുതീർപ്പാക്കാനില്ലെന്നും തനിയെ തന്നെ ഈ സമരം പൊളിയുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചന മന്ത്രിക്ക് കൃത്യമായി ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സമരം 14 ദിവസം പിന്നിട്ടതോടെ ഒരടി പിന്നോട്ട് ചലിക്കാനായി മന്ത്രി തന്നെ തയ്യാറായത്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ അണുവിട പോലും പിന്നോട്ട് പോകാതെ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. അവരുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ല. സംയുക്ത സമരസമിതി പ്രതിഷേധം ഘടിപ്പിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതോടെ വിദേശയാത്രയിലായ മന്ത്രി തിരിച്ചു വരേണ്ടി വന്നു. മന്ത്രി വിദേശയാത്രയിലായിരുന്ന കാലയളവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുകയും ചെയ്തു. നിരവധി വിമർശനങ്ങൾക്ക് കാരണമായി സർക്കാരിന് തന്നെയാണ് ഇത് കോട്ടം തട്ടിയത്. ഈ സാഹചര്യത്തിലാണ് സമരക്കാരെ നേരിട്ട് കാണാൻ മന്ത്രി തന്നെ തയ്യാറായത്.
പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ ചിലതൊരുപക്ഷെ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ ഗണേഷിന് വലിയ സമ്മർദ്ദമാണ് LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരിക്കലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ മന്ത്രി തന്നെ നിലപാട് മാറ്റാൻ കാരണമായതും ഈ സമ്മർദ്ദങ്ങൾ മൂലം തന്നെയാണ്. അതേസമയം പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹർജി ഈ മാസം 21-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. ഈ വിധിയും ഏറെ നിർണായകമായിരിക്കും. ഇത് വരുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു സമരസമിതി. പുതിയ പരിഷ്കരണം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് തന്നെയാണ് INTUC-യും സ്വതന്ത്ര സംഘടനകളും ഒരുപോലെ സ്വീകരിച്ച നിലപാട്. ഇക്കാര്യം അതേപടി നാളെ മന്ത്രിക്ക് മുന്നിൽ ആവർത്തിക്കാനാണ് ഒരുങ്ങുന്നത്. നിലവിലെ പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ മന്ത്രി നിൽക്കുമ്പോൾ എന്ത് സമീപനമായിരിക്കും നാളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.